ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു ലിപ് ബാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീട്രൂട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അധികം പൈസയൊന്നും ചിലവില്ലാതെ ഒരു ബീട്രൂട്ട് മതിയാവും കേട്ടോ നമുക്ക് ഈ ലിപ് ബാമിനായിട്ട്. അപ്പോൾ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതിൽ കാണുമ്പോൾ ഇത്തിരി വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരു മീഡിയം ലെവലിലൊരു ബീട്രൂട്ടാട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം നമുക്ക്. ഇതേപോലെ ഒന്ന് നൈസാക്കിയിട്ടായാലും പിന്നെ ഇതേപോലെ ആയാലും മതി. നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളം ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ. അത് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട് എന്താണ് നമുക്ക് ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ അധികം പൈസ ഒന്നും ചിലവ് വരില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് തന്നെ നമുക്ക് ഈ ലിപ് ബാം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കാം. ചെറിയ ജാറിലേക്ക് നമുക്ക് വെള്ളം ഒരു ഒട്ട് പോലും കുറച്ച് പോലും ഒഴിച്ചു കൊടുക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ അരച്ചിട്ടുണ്ട്. അപ്പോൾ 2 തുണിയുള്ള ചെല്ലടയാനാണ് അരിപ്പയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇതേപോലെ നന്നായി ഒന്ന് ഇട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റാം. ഇങ്ങനെ ഈ അരിപ്പയിൽ 2 തുണിയില്ലാത്ത അരിപ്പ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു തുണി വെച്ചിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഇതിൻ്റെ നാരൊന്നും പെടാതെ ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുത്താലേ അതിൻ്റെ നീരൊക്കെ ആ പാത്രത്തിലേക്ക് വീഴും കേട്ടോ. സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തുമ്പോൾ നീര് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ആ പാത്രം കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് അമർത്തി കൊടുത്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് നീരും ഈ പാത്രത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരെല്ലാം കണ്ടില്ലേ, ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത കൂടി എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി അതിൽ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് ആ നീരൊക്കെ അതിലത്തെ കംപ്ലീറ്റും പാത്രത്തിലേക്ക് വീണോളും. ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് അതേപോലെ തന്നെ നന്നായി ഒന്ന് അമർത്തി കൊടുത്താൽ ഇതിലത്തെ കംപ്ലീറ്റ് നീരും നമുക്ക് ഈ പാത്രത്തിലേക്ക് വരും. സ്പൂൺ വെച്ചിട്ട് ചെയ്യണതിനെക്കാട്ടി നല്ലതാണ് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ. അപ്പോൾ കംപ്ലീറ്റ് നീരും വന്നിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇനി ഇത് പാനിലൊക്കെ ഒഴിച്ച് കുറുകി വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതീയിൽ നമുക്ക് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഒരുപാട് തീ കൂട്ടി കൊടുത്താൽ അത് കരിഞ്ഞു പോകും. അത് പിന്നെ പാനിലൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇതാവും, നമുക്ക് ക്രീമായിട്ട് കിട്ടില്ല. അപ്പോൾ അത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഏകദേശമൊക്കെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ഒന്നും കൂടി നന്നായി കുറുകി വരണം. ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ നീരിനൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ, അതൊന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം.
പിന്നെ ബീട്രൂട്ടിന് നീര് കുറുകി വരുമ്പോൾ വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടൊക്കെ കുറുകി വന്നിട്ട് ഒരു 4 മിനിറ്റേ ആവശ്യം വന്നുള്ളൂ കേട്ടോ. അതൊന്ന് കുറുകി വരാൻ വേഗം തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ കിട്ടിയുള്ളൂ കേട്ടോ ബീട്രൂട്ട് നീര്. ഇനി നമുക്ക് പാനിലൊക്കെ ഉള്ളതൊക്കെ വടിച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്തിരി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ എളുപ്പപ്പണിയൊന്നുമല്ല, ഇനി ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിൻ്റെ തരികളൊക്കെ നന്നായി ഉടഞ്ഞ് ഇതിലേക്ക് യോജിക്കണം. അതുവരെ ഒരു ചെറിയൊരു പണിയാണ്. അപ്പോൾ നിങ്ങൾ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഒഴിച്ചാലും പാടൊന്നുമില്ല കേട്ടോ, ഇതും എളുപ്പപ്പണി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുക, നമുക്ക് ഒരു 1/2 ടീസ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ 3 ചേരുവയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കുറച്ച് സമയം എടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതേ കണ്ടില്ലേ, ഇപ്പം തന്നെ ഒക്കെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലിപ് ബാമിൻ്റെയൊക്കെ ഡപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെ ചെറിയൊരു ഡപ്പി ഇല്ല. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണ മരുന്നിൻ്റെ അളവ് ഡപ്പി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡപ്പിക്ക് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് സൂക്ഷിച്ചാലേ ഇത് സെറ്റായി വരും കേട്ടോ. അപ്പം തന്നെ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് 15 മിനിറ്റ് വെക്കാം. കണ്ടില്ലേ, ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലിപ് ബാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുക്കാനും നമുക്കാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറം മാറാനും പിന്നെ വെള്ളിച്ച മാറാനും ഒക്കെ ഇത് നല്ലതാണ് ഈ ലിപ് ബാം.